എടുത്തുമ്പി മാമി കുറച്ച് മുമ്പേ പോയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ വിഷമം വരുന്നു. ഇന്നലെയൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഉണ്ടായിരുന്നില്ല കളിക്കാൻ, ഇപ്പോൾ വിഷമം വരുന്നു ആരുമില്ല, നമ്മൾ കണ്ടായിരുന്നു തന്നെ. ചേട്ടാ അങ്ങോട്ട് നോക്ക്. അവിടെ എന്തുവാ? ടീനു അവളുടെ അമ്മ എവിടെ പോന്നു? എടേ ടീനു, നീ എവിടെ പോവാ? എടാ ഞങ്ങളാണെങ്കിൽ വീട് മാറുവാ. അയ്യോ, പോവാണ് നിങ്ങള്? സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ പുതിയതായിട്ട് എടുത്ത് വീട്ടിലൊക്കെ കൊണ്ടുവച്ചു. ഞങ്ങൾ വീട് പൂട്ടീനെ ഇറങ്ങാൻ പോവാ. അല്ല ആന്റി, ഇവിടെ ആൾക്കാരെല്ലാം വന്നോ? ഇല്ല, ആൾക്കാരൊന്നും വന്നില്ല, ഇന്ന് തന്നെ വരുന്നാ പറഞ്ഞ ഓണർ. എന്നാ ശരി മക്കളെ, ഇനി എന്തായാലും കാണാം. ആ ശരി ആന്റി. എന്തായാലും കാണാവേ. അല്ല ആന്റി, നിങ്ങൾ എവിടെ താമസിക്കുന്നേ? ഞങ്ങൾ കൊല്ലത്തിലോട്ടാക്കിനി ഈ സ്ഥലം. ഓ, അത്രയും ദൂരെയോ? എന്നാ ശരിയേ. ഓ, ഇപ്പൊ വിഷമം വരുന്നു അവരോട് പോയപ്പം. ആ ശരിയാ. ചേട്ടാ അങ്ങോട്ട് നോക്ക്, ഒരു മഞ്ഞ കാർ വരുന്നു. ഈ വീട് താമസിക്കുന്ന പുതിയ ആൾക്കാരെ കാറാന്ന് തോന്നുന്നു. ആ ശരി, ഇവിടെ വന്ന് താമസിക്കാനുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. കാരണത്ത് ഒരു അമ്മ ഒരു മോളും ഇറങ്ങിയല്ലോ. ആ കാർ ഇവരെ അല്ലായിരുന്നോ? ഇവര് ടാക്സിക്കാരായിരുന്നത്. കാറ് തന്നെ പോയി. ആന്റി നിങ്ങൾ ആരാ? ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് താമസത്തിന് വന്നതാ. ശരിയേ. ആ ശരി. എടുത്തുമ്പി, നമുക്കാണെങ്കിൽ ആ കൊച്ചിനെയാണെങ്കിൽ നമുക്ക് കൂട്ടാക്കായിരുന്നു, നമ്മുടെ ഫ്രണ്ട് ആക്കായിരുന്നല്ലേ. ആ കൊച്ചിന്റെ അമ്മ ഇടുമെന്ന് ആദ്യം നോക്കണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. ആ ബാ, നമുക്ക് അകത്ത് കയറി പോവാ. അമ്മേ എന്താ? അമ്മേ നമ്മളിവിടെ പുതിയതായിട്ട് താമസത്തിന് വന്നതല്ലേ, അവിടെ ഒരു ചെറിയ കാടില്ലേ? ആ കാട് ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കട്ടെ. ഉയ്യ വേണ്ട മോളെ, അവിടെ പാമ്പൊക്കെ കാണും. പ്ലീസ് അമ്മ, എന്നെ വീട്. ഞാൻ അല്ലേ അമ്മ മിണ്ടത്തില്ലേ. ഓ പൊക്കു വന്നാ, സൂക്ഷിച്ചു പോണം പറഞ്ഞേക്കാം. ആ ശരി അമ്മേ. ഒരു മോളെ അവിടെ നിൽക്ക് പോലെ. എന്താ അമ്മേ? ഈ മോളെ ഇപ്പൊ സമയം 7 മണിയായി, ആ കാട്ടിലൊന്നും പോകണ്ട. ഇല്ല അമ്മേ, വലിയ ഇരുട്ടൊന്നും ആയില്ലല്ലോ, 7 മണിയൊന്നും തോന്നുന്നേ ഇല്ല ആയിട്ട്. ഞാൻ എന്തായാലും പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. ആ കാണുന്ന എനിക്ക് ഒറ്റ ഓട്ടോടാ. ഓ, ഞാൻ ഇവളോടൊക്കെ പറയാൻ ആളല്ല. ഹായ്, നല്ല രസമുണ്ടല്ലേ കാട്. എന്റെ അമ്മേ, അതെന്താണ് ചിരി കേൾക്കുന്നേ? ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ, ചിരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ആരാ നിങ്ങള്? ഞാൻ തന്നെ ആ ചിരിക്കുന്ന ആള്. ചിരിക്കുന്ന ആളാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാരാ? ഞാനാണ് ഗ്രാനി. അതാണ് നിങ്ങളെ കണ്ടിട്ട് ഗ്രാനിയെ പോലെ ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഗ്രാനിയെ പോലെ ആണല്ലേ, ശരിയാക്കി തരാം ഇപ്പൊ. ഗ്രാനി! അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ. അമ്മേ, നീ വന്നോ? വാ അകത്ത് കയറാം. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം കേട്ടോ. ആ ശരി, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ ചെയ്യാം. നീ ഇനി പോയി കിടന്നുറങ്ങ്. ഞാൻ വരുന്നതിനും ഇവിടെ കയറി കിടന്ന് ഉറങ്ങിയോ? സാധാരണ അവളെ ഈ സമയത്ത് ഉറങ്ങുന്നില്ലല്ലോ. എന്തായാലും ആയിട്ട് ചിലപ്പോൾ ഉറക്കം വന്ന് കാണും. ഞാനിവിടെ കയറി കിടന്ന് ഉറങ്ങട്ടെ. എന്റെ അമ്മ, എന്നെ നടു പോയേ. ഇവൾക്ക് ഇത്ര പവർ ഉണ്ടോ എന്നെ തള്ളിയിടാനായിട്ട്? ഇവൾക്ക് ഇത്ര പവറൊക്കെ എപ്പോ പോയി? എന്നെ തള്ളിയിട്ടിട്ടില്ലല്ലോ ഇതുവരെ ഇവള്. ഇതെന്തോ ഇത്? ഞാൻ ചിലപ്പോൾ അറ്റത്തുകാരം കിടന്നപ്പോ ഇവള് ദേഹത്ത് ചവിട്ടിയപ്പോ താഴെ വീണായിരിക്കും. കിടക്ക ഇനി കയറി. ഞാൻ പറയുന്നതിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. എടുത്തുമ്പോ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്താ, എനിക്ക് ഉറക്കം വരുന്നില്ല. ചേട്ടന് ഉറക്കം വരുന്നുണ്ടോ? ഓ ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, അതാ ഇന്ന് നിന്നോട് പറഞ്ഞേ. ഓ, വിശക്കുന്നു. മുമ്പ് കഴിച്ചപ്പോ കുറച്ചല്ലേ കഴിച്ചുള്ളൂ. എന്റെ വിശപ്പെല്ലാം പോയി. അമ്മ ഉറയും കാണൂടി. അമ്മയൊക്കെ എപ്പോഴും കിടന്ന് ഉറയും കാണും. എന്താ മക്കളെ എന്നെ തിരക്കുന്നേ? ഓ അമ്മ, എനിക്ക് വിശക്കുന്നേ. വിശക്കുന്നു? നീ പാതിരാത്രിയാ. മുമ്പ് കഴിക്കത്തില്ലെന്ന് വയറ് നിറച്ച്. വേണമെന്ന് പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാൻ പോയില്ല, അതുകൊണ്ടല്ലേ. ചോറും കറിയും മൊത്തം തീർന്നു, അവിടെ വിശന്നിരിക്കും. ഓ, അപ്പോഴത്തേക്ക് ചോറും കറിയും തീർന്ന വിശക്കുന്നു. ഇനി എന്താ ചെയ്യാവോ? ആർക്കറിയാം, ഇവിടെ വിശന്ന് തന്നെ ഇരിക്കാം, അല്ലാതെ പിന്നെ. ഓ, ഞാനൊന്ന് ഒന്നിന് പോയിട്ട് വരട്ടെ. ഒന്നിന്റെ മുറ്റത്ത് തന്നെ പോയാൽ മതി. അപ്പുറത്തേക്കാനും പോയി ഒഴിച്ചിട്ട് വരാം.
എന്റെ അമ്മ അതാരാണ് ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നേ? മുകളിൽ നിന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നേ. പുതിയതായിട്ട് വീട്ടിൽ വന്ന കൊച്ചല്ലേ? ആ കൊച്ചല്ലല്ലോ എന്നത്, ആ ഗ്രാനി. ആ കൊച്ചിന്റെ ബാക്കി ദേഹം പിന്നെ ഗ്രാനിയുടെ തലയും. ആരാ എന്നെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അയ്യോ, എന്നെ ഇപ്പൊ കാണാൻ പെട്ടെന്ന് അങ്ങ് ഓടിക്കറട്ടെ. ദേ ഒരു നീല ചെറുക്കൻ പോന്ന്. ആ ചിരിക്കുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാക്കിയത് കാക്കയായിരുന്നല്ലേ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. ആ ചെറുക്കൻ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നല്ലോ. ചെറുക്കന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ചെറുക്കനെ ഞാൻ കൊല്ലും. ആ ചെറുക്കൻ എന്നെ കണ്ടെന്ന് തോന്നുന്നല്ലോ. ചിലപ്പോ കള്ളം വല്ലതും പറഞ്ഞു കാണുമായിരിക്കും. ആ, ഞാൻ ഇനി അകത്ത് കയറി പോട്ടെ.